മുനമ്പം നിവാസികൾ എന്തായാലും ഒരു ദൃഢപ്രതിജ്ഞ എടുത്തിരിക്കുകയാണ്. തങ്ങളെ കാണാത്തവരെ അല്ലെങ്കിൽ തങ്ങളുടെ രോദനം കേൾക്കാത്തവരെ തങ്ങൾക്കും വേണ്ട എന്നുള്ള തീരുമാനമാണ്. തീർച്ചയായും. കാരണം പ്രതിപക്ഷ നേതാവിനെയും കോൺഗ്രസ് ജനപ്രതിനിധികളെയും ഒക്കെ ബഹിഷ്കരിച്ചിരിക്കുകയാണ് ഒരു ജനത അപ്പാടെ. വി.ഡി. സതീശന്റെ വാഗ്ദാനങ്ങളിൽ വിശ്വാസമില്ല എന്ന് കൂടി പറയേണ്ടി വരുന്ന ഒരു അവസ്ഥ അവർക്കുണ്ടായി എന്നതുകൂടി ഓർക്കണം. മുനമ്പത്ത് നിന്ന് അധികം ദൂരമില്ല അദ്ദേഹത്തിന്റെ മണ്ഡലത്തിലേക്ക് എന്നതുകൂടിയാണ്. എന്തായാലും അദ്ദേഹത്തിന്റെ വാഗ്ദാനങ്ങളിൽ വിശ്വാസമില്ല. മാത്രമല്ല, മണിപ്പൂരിനെ കുറിച്ച് ലോക്സഭയിൽ സംസാരിച്ച ഹൈബി ഈഡൻ സ്വന്തം മണ്ഡലത്തിൽപ്പെട്ട മുനമ്പത്തെ കാര്യം സംസാരിക്കാൻ തയ്യാറായിട്ടുണ്ടോ എന്നൊക്കെ മുനമ്പം നിവാസികൾക്ക് ചോദിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥ കൂടിയുണ്ട്. കോൺഗ്രസ് നേതാക്കൾ എത്തുമ്പോൾ സമരപ്പന്തലിൽ കണ്ടത് ഇന്ന് വരെ തിരിഞ്ഞു നോക്കിയിട്ടില്ലാത്ത കോൺഗ്രസ് പ്രവർത്തകർ മാത്രമെന്നാണ് നാട്ടുകാർ പറയുന്നത്. എന്തായാലും സുധീഷ് ഗോപാൽ ചേരുന്നുണ്ട് നമ്മളോടൊപ്പം. സുധീഷ്, ഈ മുനമ്പത്തുകാരുടെ ആശങ്കയും അവരുടെ രോദനവും ഒക്കെ നമുക്കറിയാം. നമ്മൾ കഴിഞ്ഞ ഒരു മാസത്തിലേറെ കാലമായി ഇത് കേട്ടുകൊണ്ടേയിരിക്കുകയാണ്. പക്ഷേ ഏറ്റവും പ്രസക്തമായത് തങ്ങളെ വേണ്ടാത്തവരെ തങ്ങൾക്കും വേണ്ട എന്നുള്ള ഉറച്ച നിലപാട് കൂടി. അങ്ങനെ തന്നെയാണ് നമുക്കൊക്കെ മനസ്സിലാവുന്നത് പോലെ ഇന്നലെ വി.ഡി. സതീശനും ഹൈബി ഈഡൻ അടക്കമുള്ള കോൺഗ്രസ് ജനപ്രതിനിധികളും വന്ന് മുനമ്പത്ത് കാട്ടിക്കൂട്ടിയതെല്ലാം ഒരു പ്രഹസനം മാത്രമാണെന്ന തിരിച്ചറിവോടെയായിരുന്നു മുനമ്പം ജനതയുടെ ഇവരുടെ സന്ദർശനത്തിനോടുള്ള പ്രതികരണം. അതിൽ 90% പ്രദേശവാസികളും സാധാരണ നമുക്ക് മറ്റു പരിപാടികളിലെല്ലാം കാണുന്ന അവിടുത്തെ ആൾക്കാരും തന്നെ ആ സമരപ്പന്തലിൽ ഉണ്ടായിരുന്നില്ല. മറിച്ച് വിവിധ ഇടങ്ങളിൽ നിന്നും ബസ്സുകളിലും മറ്റ് ട്രാവലറുകളിലും മറ്റും കൊണ്ടിറക്കിയ കോൺഗ്രസ് പ്രവർത്തകരുടെ വലിയ ഒരു തള്ളൽ തന്നെയാണ് നമുക്കവിടെ കാണാൻ കഴിഞ്ഞത്. അതുപോലെ തന്നെ വി.ഡി. സതീശൻ പറയുന്ന ഓരോ വാക്കുകളെയും അതിനെ ആ സമരപ്പന്തലിൽ നിന്ന് തന്നെ നാട്ടുകാർ സമരത്തിനിരിക്കുന്ന കുറച്ച് പേരുണ്ട്. അവർക്കിടയിൽ നിന്ന് തന്നെ അതിനെതിരെ ചോദ്യങ്ങൾ ഉയരുന്നതും നമുക്ക് കാണാമായിരുന്നു. അത്തരത്തിൽ തീർത്തും പ്രതിഷേധ ഒരു സമീപനം തന്നെയാണ് മുനമ്പം ജനത അവിടെ ഇന്നലെ കാണിച്ചത്. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് സൂര്യ ക്ലബ്ബായിരുന്നു ഇന്നലെ റിലേ സമരത്തിൽ പങ്കെടുക്കേണ്ടത്. ഈ സമരവുമായി ഏറ്റവും സജീവമായി നിൽക്കുന്നവരാണ് അവർ. ഇന്നലെ വി.ഡി. സതീശനും മറ്റും വരുന്നത് കൊണ്ട് അതിൽ നിന്ന് പിന്മാറി പിന്നീട് ഇതിൻ്റെ ഈ സമരസമിതിയുടെ പ്രധാന മറ്റ് ചില വ്യക്തികൾ മാത്രം ഇരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. മറ്റു നാട്ടുകാരെല്ലാം തന്നെ മാറി നിൽക്കുന്നു. അത്തരത്തിൽ പൂർണ്ണമായും ഇവരെ ബഹിഷ്കരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അതിനാ നാട്ടുകാർ തന്നെ പറയുന്ന കാര്യമുണ്ട്. വി.ഡി. സതീശനൊക്കെ പോയി കഴിയുമ്പോഴത്തേക്ക് അവർ വരുന്നു. അവർ പറയുന്നത് ഈ 51-ാം ദിവസമായിരുന്നു ഇന്നലെ സമരം തുടങ്ങിയിട്ട്. ഇതിനിടെ ഉപതെരഞ്ഞെടുപ്പുകൾ കഴിഞ്ഞ് മറ്റു പല രാഷ്ട്രീയ സംഭവ വികാസങ്ങളും എല്ലാം കഴിഞ്ഞു. ഈ കാലഘട്ടത്തിലൊന്നും ഇവിടേക്ക് തിരിഞ്ഞു നോക്കാതിരുന്നവരാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇത് വോട്ട് ബാങ്ക് ലക്ഷ്യം വെച്ച് മാത്രമാണെന്നതാണ് അവർ പറയുന്നത്. അതുപോലെ തന്നെ ഹൈബി ഈഡൻ പറഞ്ഞു, ഇവിടുന്ന് ഒരാളെങ്കിലും വഖഫ് നിയമത്തിൻ്റെ പേരിൽ കുടിയിറക്കപ്പെട്ടാൽ താൻ MP സ്ഥാനം രാജിവെക്കും. ഇവർ ചോദിക്കുന്നത് MP സ്ഥാനം ഹൈബി ഈഡൻ രാജിവെച്ചത് കൊണ്ട് ഞങ്ങൾക്ക് കിടപ്പാടം കിട്ടുമോ? മറിച്ച് ഞങ്ങൾക്ക് വേണ്ടിയിരുന്നത് ലോക്സഭയിൽ ഞങ്ങളുടെ വിഷമം ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് സംസാരിക്കാൻ ഒരു MP ആയിരുന്നു. അതിന് തയ്യാറാവാതെ മണിപ്പൂരിനെ കുറിച്ച് വരെ വാചാലനാവുന്നവൻ സ്വന്തം മണ്ഡലത്തെക്കുറിച്ച് എന്തുകൊണ്ട് പറയുന്നില്ല എന്ന ചോദ്യമാണ് അവർ മുന്നോട്ട് വെക്കുന്നത്. ഈ രീതിയിൽ കടുത്ത പ്രതിഷേധം തന്നെയാണ് ഇന്നലെ ഈ പ്രദേശവാസികൾ പ്രകടിപ്പിച്ചത്. കാരണം ഇവരുടെ കപടത ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ട്. വഖഫ് ഭേദഗതി ബില്ലിനെ ഒരേപോലെ എതിർക്കുന്നവരാണ് ഇടത് വലത് മുന്നണികൾ.